പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസനെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒരാൾ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം. നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, തിരുവാതിരയുടെ സംബന്ധമായി താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, രാത്രി കാലം ഒരു പ്രാവശ്യം കൂടെ ഇവിടുത്തെ പാതവിടം കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനിടെ നിങ്ങളെ യോഗ്യരാക്രമിക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലം കർത്താവെ തിരുവചന പഠിക്കുവാൻ വേണ്ടി അവിടുത്തെ പാതവിടം ഞങ്ങളായിരിക്കുമ്പോൾ ഏകാസനുഭവത്തോട് ഞങ്ങളെ ഇരുത്തണേ. അവിടുത്തെ കൃപയുടെ മറൽ ഞങ്ങളെ മറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ ദൈവജനം പഠിപ്പിക്കുന്ന ദേവദാസിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശരീരാത്മതകളെ ബലപ്പെടുത്തണം. സൗഖ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവെ അവിടുത്തെ വചനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ കൃപയും ഞങ്ങളെ ഇരുത്തും മറാണമേ. മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും മറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ദാസനെ മാനിച്ച് അനുഗ്രഹിക്കണം. പ്രത്യാൽ കർത്താവെ ഹല്ലേലൂയ ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. ഷാജി പാസ്റ്റർക്കായ ലാലു പാസ്റ്റർക്കായ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി കാലം വചനം പഠിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറയിൽ എല്ലാവരെയും മറച്ചാട്ട് കർത്താവെ. അടികൾക്കൊന്നിനും കഴിവുള്ളവരല്ല, എന്നാൽ സകലതും കഴിയുന്ന കർത്താവ് ഞങ്ങളോട് കൂടി ഇന്ന് പ്രവർത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരുമായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിനാം തന്നെ ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ ലാലി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ പാസ്റ്റർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വേദി ഒരുക്കിയതായ പാസ്റ്റർ ലാലു ജേക്കബ് പാസ്റ്ററിനും അതുപോലെ അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന പാസ്റ്റർ ഷാജി കെ ഡാനിയലിനും അതുപോലെ വേദിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ബിബ്ലിക്കൽ ഹെർമനറ്റിക്സിൻ്റെ 3-ാമത്തെ ക്ലാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നേ താല്പര്യമുള്ളൂ, സമയപരിമിതി കൊണ്ടും ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ലെവൽ കൊണ്ടും. എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കിതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വേദപുസ്തകം വായിക്കാനായിട്ട് പറയുന്നെങ്കിൽ മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. അല്ലെങ്കിൽ വായിക്കുന്നവർ ദയവ് ചെയ്ത് ഒരാൾ മാത്രമേ വായിക്കാവൂ. ഒരാൾ വായിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ആളിന് സമയം കൊടുക്കണം വായിക്കാനാണെങ്കിൽ. എല്ലാവരോടും ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാകത്തില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. വേദപുസ്തകം ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ, തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അതിന് പല പരിണത ഫലങ്ങളുണ്ട്. അതിൽ ചിലത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യൂറോപ്യരായ വെളുത്തവർ അല്ലെങ്കിൽ കൊക്കേഷ്യൻസ്, ആഫ്രിക്കക്കാരായ ഇരുണ്ട വർഗക്കാരെ അടിമത്തത്തിലേക്ക് നയിച്ചത് ഹാമിന്റെ മേലുള്ള നോഹയുടെ ശാപമാണെന്ന് വ്യാഖ്യാനിച്ചാണ്. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 3:9-22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. നോഹ ജലപ്രളയം വന്നു കഴിഞ്ഞതിന് ശേഷം, എനിക്ക് തോന്നുന്നു മുന്തിരിയൊക്കെ നട്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് മുന്തിരി ഉണ്ടാക്കി അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി. ഇതൊക്കെ വീഞ്ഞുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് കുടിച്ച് തനിക്ക് ബോധം നഷ്ടപ്പെട്ടു. താന് അവിടെ വസ്ത്രം മാറി ഇതിന് ശേഷം അവിടെ നിൽക്കുന്ന വേളയിൽ കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ സഹോദരന്മാരെ അറിയിച്ചു. ശേമും ജാഫേത്തും
ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി, അതായത് മുഖം തിരിച്ച് ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നു കൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ട്, അതായത് ബോധം വന്ന് ഉണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. ഇളയ മകൻ എന്ന് പറഞ്ഞാൽ കനാനാണ്. കനാൻ ചെയ്തത് എന്താണെന്ന് അറിഞ്ഞു. 25-ാമത്തെ ഭാഗത്തിൽ അപ്പോൾ ഹാം ചെയ്തത് എന്താണെന്ന്. ഹാം ഇളയ മകൻ താൻ അപ്പോൾ ഇവിടെ കനാനെയാണ് ശപിക്കുന്നത്. കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരും, അതായത് സ്ലേവ് ആയിത്തീരുമെന്ന് പറഞ്ഞു. ഈ ഹാം ചെയ്തതിന് കനാനെ ശപിച്ചത് എന്താണെന്ന് എനിക്കിപ്പോഴും അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത് സംഭവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ വേണ്ടതുപോലെ സുബോധമില്ലാത്ത ആളുകൾ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത് മറ്റുള്ളവരെ അടിമകളാക്കുന്നതിന് വേണ്ടി. അവർക്ക് വേദസ്ഥല വാക്യമാണല്ലോ, ഇത് ഉപയോഗിച്ചാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. അതായത് തെറ്റായിട്ടുള്ള ഹെർമണിയോട്ടിക്സ്, തെറ്റായിട്ടുള്ള വേദവ്യാഖ്യാനം. ഇത് ശരിയായിരുന്നുവെങ്കിൽ, ഇത് സത്യമായിരുന്നുവെങ്കിൽ, ദൈവം മനുഷ്യനെ ശപിച്ചപ്പോൾ, ഏദൻ തോട്ടത്തിൽ ശപിച്ചപ്പോൾ മാനവരാശി മുഴുവനും കരിക്കട്ട പോലെ കറുത്ത പോകാമായിരുന്നു അല്ലേ? എനിക്കിപ്പോഴും അതിശയമാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തതെന്ന്. നോഹ പറഞ്ഞതുകൊണ്ട് ഒരു കനാൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ വംശജരായിട്ട് ആളുകൾ കറുത്തു പോയെങ്കിൽ ദൈവം ശപിക്കുന്ന വേളയിൽ സകല മനുഷ്യനും കറുത്തു പോയനെ. അപ്പൊ ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളുള്ളതായ കുഴപ്പം ഇതാണ്. സ്വന്തമായ സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുവാൻ പരസ്പര ബന്ധമില്ലാത്ത വാക്യങ്ങൾ സന്ദർഭോചിതമല്ലാതെ, സന്ദർഭത്തിൽ വിട്ട് ഒരുമിച്ചാക്കുന്നതാണ് പ്രൂഫ് ടെക്സ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും പെന്തക്കോസ്തുകാരും വളരെ സാധാരണ ചെയ്യുന്നതാണ്. പ്രൂഫ് ടെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് നല്ലതാണ്, ചില സമയത്ത് തെറ്റാണ്. ഓക്കെ, പല ഉദാഹരണങ്ങൾ, 3-4 ഉദാഹരണങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. വിവാഹവേദിയിൽ, ഇത് എൻ്റെ ഒരു സ്നേഹിതനുമായിട്ടുള്ള ബന്ധത്തിൽ, ഞങ്ങൾ സെമിനാരിൽ പഠിച്ച സന്ദർഭത്തിൽ എൻ്റെ ഒരു സ്നേഹിതന് വിവാഹം കഴിച്ചതായ വേളയിൽ അന്ന് ഇതൊരു സംസാരം ആയതായാണ്. വിവാഹവേദിയിൽ വധു വരൻ്റെ വലത് ഭാഗത്താണ് നിൽക്കേണ്ടത് എന്ന് സ്ഥാപിക്കാൻ ആ മിനിസ്റ്റർ കോട്ട് ചെയ്ത വാക്യം ഞങ്ങളോട് സംസാരിച്ചത് സങ്കീർത്തനം 45:9. കാരണം അമേരിക്കൻ കൾച്ചറിൽ, അമേരിക്കൻ വിവാഹം നടന്ന വേളയിൽ വധു നിൽക്കുന്നത് വരൻ്റെ ഇടതുവശത്താണ്. മലയാളികൾ ഇത് ചെയ്യുന്നത് വചനപ്രകാരം ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. നല്ലത് തന്നെയാണ്. എന്നാൽ ഉദ്ദേശിച്ച കോട്ട് ചെയ്ത വാക്യം 45:9, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. എൻ്റെ സ്നേഹിതൻ വിവാഹം ചെയ്ത, ഞങ്ങളുടെ വിവാഹത്തിന് 2 ആഴ്ചക്ക് മുമ്പാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഞാൻ അദ്ദേഹത്തെ പേര് വിളിച്ച് ചോദിച്ചു, ഇന്ന പാസ്റ്റർ പറഞ്ഞ ശരിയാണെങ്കിൽ ഈ രാജ്ഞിയെ എന്താണ് ഓഫീർ തങ്കം അണിയിക്കാത്തത്? അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം ഇതിൽ നിന്ന് പറിച്ചെടുത്ത് ഒരു സ്വന്തമായുള്ള താല്പര്യമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുന്നത് തെറ്റാണ്. അതിനുവേണ്ടിയുള്ളതല്ല വേദപുസ്തകം. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 9-ാം വാക്യത്തിൽ വലതുഭാഗത്ത് നിൽക്കുന്ന രാജ്ഞി അല്ലെങ്കിൽ വധു ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കാൻ അവർ അനുവദിക്കുകയില്ല എന്നാണ് പരിതാപകരം. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ വന്ന വേളയിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള കുറെ 3-4-5-6 പേരുണ്ടായിരുന്നു. അത് 2 പേര് ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. ഇത് നടന്ന സംഭവമാണ്. നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് എടുത്തപ്പം ലോകത്തുള്ള പല സിറ്റികളും കാണാനായിട്ട് അവർ പലയിടത്തു നിന്ന്, ഇവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്ന് സിലോണി വന്നിട്ട് സിലോണിൽ നിന്ന് വേറെ കണ്ട് അങ്ങനെ പലയിടത്തു നിന്ന് യാത്ര ചെയ്ത് പലയിടത്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല രാജ്യങ്ങൾ കാണാമല്ലോ. ഒരിടത്ത് ചെന്നപ്പം പ്ലെയിൻ മിസ് ചെയ്തു പോയി. അവിടെ ചെന്ന് വേദപുസ്തകം തുറന്നു നോക്കി. അന്നേരം കിട്ടിയ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് വായിച്ചതിന് ശേഷം പിന്നെ
അടുത്ത വേറെ എങ്ങോട്ട് ചെന്നപ്പം വീണ്ടും പ്ലെയിൻ മിസ് ചെയ്തു. അന്നേരം വിചാരിച്ച് ദൈവത്തിൻ്റെ ആലോചന അറിയണമല്ലോ. ഒരു വേദസം തുറന്ന് നോക്കി, കിട്ടിയ വാക്യം സദൃശവാക്യം ദുഷ്ടന്മാർ ആരും ഓടിക്കാതെ തന്നെ ഓടിപ്പോകും എന്നുള്ള വാക്യമാണ് കണ്ടത്. പിന്നീട് വേദസം തുറന്നത് ബൈബിൾ കോളേജ് വന്നതിന് ശേഷമാണ്. പലപ്പോഴും ആളുകളെ ഇതുപോലുള്ളതായ ഭോഷത്തരം കാണിക്കാറുണ്ട്. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിലും ഇത്തരം ഭോഷത്വം കാണിക്കാറുണ്ട്. പ്രൂഫ് ടെസ്റ്റിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മത്തായി 25:7 നോക്കി കഴിഞ്ഞാൽ യൂദ കെട്ടി ഞാൻ ചത്ത് കളഞ്ഞു. അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും അതുപോലെ ചെയ്യുക, ലൂക്കോസ് 6:31. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു അവനോട് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ഇപ്പം 3 വാക്യമായി. 3 വാക്യം കൊണ്ട് എന്ത് ചെയ്യണം? യൂദാ കെട്ടി ഞാൻ കളഞ്ഞു, നീയും പോയി കെട്ടി ഞാൻ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യണം. ഇതുപോലെയുള്ളതായ ഭോഷത്വം പ്രൂഫ് ടെസ്റ്റിങ് മുഖാന്തരം ഉണ്ടാകാറുണ്ട്. വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ, വേറെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ഒരു സഭയുണ്ട്. ഏതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, അറിയാത്തവർ പറയുന്നതുമില്ല. യേശു തിരുവത്താഴം നടത്തുന്നത് രാത്രിയിലായിരുന്നതിനാൽ അവർ തിരുവത്താഴം നടത്തുന്നത് അല്ലെങ്കിൽ കർത്തമേശ നടത്തുന്നത് രാത്രിയിൽ മാത്രമാണ് നടത്തുന്നത്. ഞാൻ വിചാരിച്ചു എന്തെല്ലാം തിരുവത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ് സപ്പർ, കർത്തൃമേശ, ഇതിനെല്ലാം കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളെല്ലാം വെറും തെറ്റായിട്ടുള്ള എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട വ്യാഖ്യാനം വെച്ചാണ്. ഇപ്പം ദൈവം ഇതെല്ലാം നോക്കിയല്ല നമ്മുടെ നിലനിൽപ്പിനെയും നമ്മുടെ വിശുദ്ധിയെയും നമ്മുടെ ആരാധനയും മറ്റും ശോധന ചെയ്യുന്നത്. അത്താഴം എല്ലാവരും എല്ലായിടത്തും രാത്രിയിലാണല്ലോ കഴിക്കുന്നത്. അപ്പം ആ ന്യായം വെച്ചാണ് അവർ പറയുന്നത്. വേറൊരു ഭാഗം, ഇത് മലയാളികളുടെ ഇടയിലും അമേരിക്കക്കാരുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ചില സഭകളിൽ പണ്ടുണ്ടായിരുന്നു. സ്ത്രീകൾ പാൻസ് ധരിക്കുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ ബൈബിൾ ഉദ്ധരിക്കുന്നത് തെറ്റായ വ്യാഖ്യാനത്താലാണ്. സ്ത്രീകൾ പാൻസ് ധരിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ വിശുദ്ധിക്ക് തേരാത്തതാണ്. ചിലയിടത്ത് അങ്ങനെയുള്ളവർക്ക് തിരുത്താഴം പോലും കൊടുക്കുന്നില്ല. ആവർത്തനം 22:5 ഇതാണ് ഉദ്ധരിച്ചിരിക്കുന്നത്: പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പ്. ആക്ഷരികമായിട്ടുള്ള പരിഭാഷയാണ് അറപ്പാകുന്നത്. വെറുപ്പിനെ കാര്യം കുറച്ചുകൂടെ തീവ്രമേറിയതാണ് അറപ്പെന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷ് പ്രകാരമാണ് ന്യൂ കിംഗ് ജെയിംസ് വേർഷന്: എ വുമൻ ഷാൽ നോട്ട് വെയർ എനിത്തിങ് ദാറ്റ് പെർട്ടൈൻസ് ടു എ മാൻ, nor shall a man put on woman's garments, for all who do so are an abomination to the Lord your God. Okay? ഇത് അപ്പോസ്തലനായ പൗലോസ് ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഭാഗം ഉദ്ധരിച്ചുകൊണ്ടായിരിക്കാം, ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ അത്ര വ്യക്തമായിട്ട് അർത്ഥം മനസ്സിലാകത്തില്ല. 1 കൊരിന്ത്യർ 6:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, കിങ് ജെയിംസ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്: എഫെമിനേറ്റ്. എഫെമിനേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്ത്രീ പ്രകൃതിയുള്ള ക്ലീബന്മാർ. എന്നാൽ പുരുഷന്മാരായിട്ട് ആളുകൾ, സ്ത്രീകൾ സംസാരിക്കുന്നതിന് കൂട്ടും അവർ നടക്കുന്നതിന് കൂട്ടും കുഴഞ്ഞാടി നടക്കുന്ന, അവർ സ്ത്രീകളാണെന്ന് മറ്റുള്ളവർക്ക് ബോധം വരത്തക്ക നിലയിൽ ബിഹേവ് ചെയ്യുന്ന ആളുകൾ, അതാണ് എഫെമിനേറ്റ് എന്ന് പറയുന്നത്. യൂസ് for those who act like women and they cross-dressing as transvestites, അല്ലെങ്കിൽ മറുവേഷധാരികൾ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കാലയളവിലെ LGBTQ+, ഇത് മ്ലേച്ഛതയ്ക്ക് എന്തെല്ലാം പേരുകൾ കണ്ടുപിടിക്കാമോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനിയും ഉള്ള മ്ലേച്ഛതകൾ കൂടെ ചേർത്താണ് ആ പ്ലസ് ചേർത്തേക്കുന്നത്. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻസ്, സ്ത്രീകൾ. ഗേയ്സ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ. B എന്ന് പറഞ്ഞാൽ ബൈസെക്ഷുവൽസ്. T എന്ന് പറഞ്ഞാൽ ട്രാൻസെക്ഷുവൽസ്. ക്വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായി വിചിത്രമായി പെരുമാറുന്ന ആളുകൾ. ഈ നല്ല കാര്യങ്ങൾ, നല്ല വാക്കുകൾ എല്ലാം അതെല്ലാം ഗ്ലോറിഫൈ ചെയ്ത് അവരുടെ മ്ലേച്ഛതയ്ക്ക് ഉതകത്തക്ക നിലയിൽ ചേർത്ത് വെച്ചൊക്കെയാണ്.
ഗെയ്റ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലയളവിൽ വേർഡ്സ്വർത്തിൻ്റെയോ മറ്റോ പോയം പഠിച്ച സന്ദർഭത്തിൽ അവിടെ ഈ ഗെയ്റ്റി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. ഇവര് മ്ലേച്ഛതരായുള്ള ആളുകൾ അവരുടെ ജീവിതശൈലിയെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കണം അത് ഉപയോഗിച്ചാണ് അവർ ഗേസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കാവും അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞത് വേദപുസ്തകം ഓരോരോ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരുന്നിരിക്കാം. അവിടെ 1 കൊരിന്ത്യർ 6:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഓക്കെ, ഇവിടെ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അതല്ല നമ്മുടെ പഠന വിഷയം. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം ഉൾക്കൊള്ളിക്കുന്ന വേളയിൽ ആവർത്തന പുസ്തകത്തിലെ 22-ാം അധ്യായത്തിന്റെ 5-ാമത്തെ ഭാഗവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം വ്യാഖ്യാനിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശരിയായ വ്യാഖ്യാനമുണ്ട്, തെറ്റായ വ്യാഖ്യാനമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് പൗലോസിന്റെ അഭിപ്രായമാണെന്നുള്ളതല്ല, അത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് എഴുതിയതാണ്. അതായത് പരിശുദ്ധാത്മാവ് ഇത് വായിക്കുന്നതായ ദൈവമക്കളോട്, സഭയോട് പറയുന്നതായ ദൂതാണ് 1 കൊരിന്ത്യർ 6:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ഓക്കെ, നമ്മൾ വചനം പഠിക്കുന്ന വേളയിൽ യേശുവോ അപ്പോസ്തലന്മാരോ ഒരു പാൻസും സ്യൂട്ടും ഇട്ടതായിട്ടോ ഭാരതീയരുടെ മുണ്ടും ജൂബായും ധരിച്ചതായിട്ടോ അവരുടെ സ്ത്രീകൾ സാരിയും ബ്ലൗസും ധരിച്ചതായിട്ടോ ബൈബിളിലെങ്ങും കാണുന്നതല്ല. അപ്പൊ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഞാൻ ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല യേശു പാൻസും സൂട്ടും ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന, ടൈയും കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മുണ്ടും ജൂബായും ധരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ നടക്കുന്നതായും കണ്ടിട്ടില്ല. അവരുടെ സ്ത്രീകൾ ആരും സാരിയും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുന്നതായിട്ട് കണ്ടില്ല. ഇതെല്ലാം നമ്മുടെ വേഷവിധാനങ്ങളെല്ലാം അംഗീകാരമുള്ളതാണെന്ന് മനസ്സിലാക്കാറുണ്ട്. ഇനി അല്പം കൂടെ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിൽ മുമ്പ്, ഇപ്പോഴും എനിക്കറിയത്തില്ല, പണ്ട് തുണികൾ റോളിൽ തുണിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അതായത് അമ്മമാരും മറ്റും ഉപയോഗിക്കുന്ന കച്ചമുറിയും പുരുഷന്മാർ ഉപയോഗിക്കുന്ന മുണ്ടും ഇതെല്ലാം ഒറ്റ റോഡിൽ നിന്നാണ്. അതിന്റെ നീളത്തിന് അല്പം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലേ? അപ്പം പുരുഷന്മാരിടുന്ന വസ്ത്രം തന്നെയല്ലേ സ്ത്രീകൾ ധരിക്കുന്നത്? പുരുഷന്മാരുടെ പാൻസും സ്ത്രീകളുടെ പാൻസും വ്യത്യാസമുണ്ട്, തയ്യൽ വ്യത്യാസമുണ്ട്. പുരുഷന്മാരിടുന്നതായ ഷർട്ടും സ്ത്രീകളിടുന്നതായ ഷർട്ടും അതിൻ്റെ തയ്യലും ബട്ടൺസും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അത് തന്നെയാണ് എന്ന് അനുമാനിച്ചുകൊണ്ട് മാതൃകയായിട്ടുള്ള വേഷവിധാനം ധരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിൻ്റെ സ്റ്റൈലോ ഇതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലെ കാതലേറിയ മർമ്മങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ സമയമില്ലാതെ വരും. അതല്ല നമ്മുടെ ഉദ്ദേശമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവയെല്ലാം അന്നത്തെ പരീശന്മാരുടെ ന്യായവാദങ്ങൾ പോലെയുള്ള ബാഹ്യഭക്തിയുടെ പ്രകടനങ്ങളാണ്. ദൈവത്തിന് നമ്മുടെ ബാഹ്യഭക്തിയല്ല നോക്കുന്നത്, ദൈവത്തിന് ആന്തരികമായ വിശുദ്ധിയും ആന്തരികമായ ഉള്ള ജീവിതവും ആന്തരികമായിട്ടുള്ള നീതിയും അതെല്ലാമാണ് ദൈവം നോക്കുന്നത്. അപ്പൊ ഇത്തരം ന്യായപ്രമാണത്തിലെ നിയമങ്ങളെല്ലാം പുതിയ നിയമവിശ്വാസികൾക്ക് ബാധകമാണോ എന്ന് ബൈബിളിന്റെ ഹെർമനോറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇനി എല്ലാം ആക്ഷരികമായിട്ട് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ, എല്ലാം ഒരുപോലെ വ്യാഖ്യാനിക്കുന്ന ആളുകളാണെങ്കിൽ, ഈ ഒരു സെനറിയോ ഒന്ന് നോക്കാം, ഈ ഒരു ഉദാഹരണം നോക്കാം. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളെ അനുസരിക്കാതെ മറുതലിക്കുന്ന മകനുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ആവർത്തന പുസ്തകം 21:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷാഠ്യനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷാഠ്യനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും ഭോജനപ്രിയനും കുടിയനുമാകുന്നു എന്ന്
പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവന്റെ പട്ടണക്കാർ എല്ലാവരും അവന്റെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. ഓക്കെ, ഓക്കെ. ഈ ഭാഗം ഈ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുവരെ ഒരു പെന്തക്കോസ്തുകാരിലും നടത്തുന്ന കണ്ടിട്ടില്ല. എന്നാ പെന്തക്കോസ്തുകാരുടെ മക്കൾ ആരും ഈ ഇങ്ങനെയുള്ള കൂട്ടത്തിലുള്ള മക്കളില്ല എന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട, ഒരുപാടുണ്ട്. ഇത് പുതിയ നിയമത്തിൽ വരുന്ന വേളയിൽ ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് യേശു മുടിയനായ പുത്രന്റെ ചിന്താഗതി ആ കഥയും മറ്റും പറയുന്ന വേളയില് അപ്പൻ വീട്ടിൽ നിന്ന് പോയി അവനെ പിടിച്ച് കാലെറിഞ്ഞ് കൊല്ലണമെന്നല്ല പറഞ്ഞേ. അവനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ അംഗീകരിച്ചു. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരമുള്ളതായ ചിന്താഗതിയും പുതിയ നിയമത്തിൽ യേശുവിന്റെ ചിന്താഗതിയും തമ്മിൽ ഉള്ള വ്യത്യാസം, ന്യായപ്രമാണം അനുസരിച്ചുള്ളതായ ഭാഗമാണ് ഇവിടെ കാണുന്നത്. മലയാളത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഷഠൻ എന്നാണ്. വാസ്തവത്തില് ആ തെറ്റായിട്ടുള്ള ഞാൻ പറയുന്നത് അച്ചടിപ്പിച്ചാലാണ്, ടൈപ്പോഗ്രാഫിക്കൽ അത് തെറ്റായിട്ടുള്ള ഷാഠ്യനാണ്. സിസ്റ്റർ വായിച്ചത് കറക്റ്റായിട്ടാണ്. ഷാഠ്യനും മത്സരിയുമായ മകനുണ്ടെങ്കിൽ ഈ പട്ടണത്തിന്റെ വാതിൽക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെ വാതിൽ വെച്ചാണ് അവിടുത്തെ ന്യായവിസ്താരങ്ങളെല്ലാം നടക്കുന്നത്. അതായത് ടൗണിന്റെ ഏറ്റവും കേന്ദ്രമായുള്ള ഭാഗമാണ് ആ പട്ടണത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ജഡ്ജസ് ഇരിക്കുന്നതും അവിടെയാണ് ന്യായവിധി നടക്കുന്നത്. അതുമായിട്ട് ബന്ധത്തിലാണ് പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ അതിന് പാതാളത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ പട്ടണ വാതിക്കൽ കൊണ്ടുവന്ന് അവിടെ ചെന്നുള്ളതായ പട്ടണക്കാരെയും ന്യായാധിപന്മാരെയും എല്ലാം വിളിച്ച് അവരോട് പറഞ്ഞ് ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വീണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച ചില ഭാഗങ്ങളെ കുറിച്ച് ചില ആളുകൾ എൻ്റെ ചോദിച്ച കാരണത്താൽ അതിന്റെ അല്പം ഒരു ക്ലാരിഫിക്കേഷൻ മാത്രം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഇത് എങ്ങനെയാണെന്ന് നമ്മൾ വ്യാഖ്യാന ശാസ്ത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതിന്റെ ബോധം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായവും ഇവല്യൂഷൻ ചിന്താഗതിയും അതാണ് ശരി, ഇതും ഒരു തിയറിയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാനത് ഇവല്യൂഷണറി തിയറി ഒരു തിയറിയാണ്. ഉൽപ്പത്തി സൃഷ്ടി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമായിട്ട് ആബ്സല്യൂട്ടായിട്ട് ഉള്ള ദൈവത്തിന്റെ വചനമായിട്ടാണ് ഞാൻ പഠിക്കുന്നതും ഞാൻ പഠിപ്പിക്കുന്നതും. ചില വേദപണ്ഡിതന്മാരുണ്ട്, ചില ലിബറൽ ആയിട്ടുള്ള ചിന്തിക്കുന്ന സഭകളിൽ ഇതെല്ലാം ഒരു കഥയാണ് എന്ന് പറയുകയാണെങ്കിൽ പാപം എന്ന് പറയുന്നത് വെറും ഒരു കഥയായിട്ട് മാറേണ്ടി വരും. മരണം എന്ന് പറയുന്നതും വെറും ഒരു കഥയാണെന്ന് പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇത് ദൈവത്തിന്റെ ആബ്സല്യൂട്ട് ട്രൂത്ത് ആണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് നമുക്ക് എടുക്കാനൊക്കെ തുടങ്ങും. ഉൽപ്പത്തി ആദ്യത്തെ പുസ്തകവും അതിന്റെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ പല വിഷയങ്ങളുടെ ആരംഭം കാണാം. ഒന്ന്, സൃഷ്ടിയുടെ ആരംഭം. ജസ്റ്റ് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് പിന്നെ ഒടുവിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ആരംഭം, പാപത്തിന്റെ ആരംഭം, പാപത്തിന്റെ അനന്തരഫലമായുള്ള മരണത്തിന്റെ ആരംഭം, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന രക്ഷിതാവിന്റെ ആദ്യത്തെ വാഗ്ദത്തം. അത് ഉൽപ്പത്തി പുസ്തകം 3:15 ഞാൻ ഇവാഞ്ചലിസത്തിന്റെ ക്ലാസ് പറഞ്ഞ വേള ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു. പ്രോട്ടോ ഇവാഞ്ചലിയോൺ എന്നുള്ള ഒരു പേരാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സുവിശേഷം, രക്ഷകൻ വന്നിട്ട് മരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതായ വാഗ്ദത്തം പ്രോട്ടോ ഇവാഞ്ചലി, അതാണ് അതിന്റെ ആദ്യമായിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3:15 ഇതിനധികം നോട്ടിനകത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഓർത്തിരുന്ന് കുറിച്ചെടുത്താൽ മതി. പ്രോട്ടോ ഇവാഞ്ചലിയോൺ. ഓക്കെ, വായിച്ചാട്ടെ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അതാണ് പ്രോട്ടോ ഇവാഞ്ചലിയോൺ എന്നുള്ള വാക്ക്. 6, പാപിയായ മനുഷ്യനെ ആദ്യമായിട്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. 7, കയീൻ പാപം മൂലം കയീൻ നടത്തിയ ആദ്യത്തെ കൊലപാതകം. ഇതെല്ലാം ഇങ്ങനെ 7 എന്ന് പറഞ്ഞ ഭംഗിയുള്ള സംഖ്യ ആയതുകൊണ്ട് ഞാൻ 7 കൊണ്ടൊക്കെ നിർത്തുന്നേ ഉള്ളൂ. ആദ്യത്തെ ബലി, ഹാബേലിന്റെ
ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളതായ അംഗീകരിച്ചതായ ബലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ 4 അധ്യായങ്ങളിലാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളെ ശരിയായി വ്യാഖ്യാനിച്ച് അതിൽ അന്തർലീനമായ അർത്ഥവ്യാപ്തി ഗ്രഹിക്കുന്നതിന് ഹെർമന്യൂട്ടിക്സ് അനിവാര്യമാണ്. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കി ഹെർമന്യൂട്ടിക്സിന്റെ ആവശ്യം എന്താണെന്ന് ആളുകൾ ചോദിക്കാം. ഇതില്ല എങ്കിൽ ഇതിന്റെ അർത്ഥങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാനൊക്കെ ഇല്ല. ഓക്കെ, മനുഷ്യ സൃഷ്ടിയുടെ മാഹാത്മ്യം വ്യാഖ്യാനിക്കുന്ന രീതി 1:26 കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. വീണ്ടും അല്പം കൂടെ ക്ലാരിഫിക്കേഷൻ പറയാണ്. അനന്തരം ദൈവം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ബഹുവചനത്തിലാണ്. ഇലോഹിം എന്നുള്ളതായ പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇലോഹിം എന്നുള്ള വാക്ക് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാം ബഹുവചനം, നമ്മുടെ ബഹുവചനം. ഇത് ദൈവം പറയുന്നതാണ്. നാം എന്ന് പറയുന്നതും നമ്മുടെ എന്ന് പറയുന്നതും ബഹുവചനത്തിലാണ് പറയുന്നത്. സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഏകവചനമായിട്ട് ഉണ്ടാക്കുക. മനുഷ്യനെ ഉണ്ടാക്കാതെ കഴിഞ്ഞ ശേഷം അവർ ആരെല്ലാമാണ്? അവർ ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ആദം ഹവ്വ. സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗജാതിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും. എല്ലാ ഇഴജാതി എന്ന് പറഞ്ഞാൽ അത് പാമ്പ് ഉൾപ്പെടെയുള്ളതാണ്. ഈ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഈ വാഴ്ച എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ ദൗത്യമാണ്, അല്ലെങ്കിൽ രാജനിയോഗിതമായ പ്രഭുവിൻ്റെ, അംബാസഡേഴ്സിന്റെ ദൗത്യമാണ്. അപ്പോൾ വാഴുവാൻ, അടിച്ചമർത്തുവാൻ, കീഴടക്കുവാൻ ഉള്ള അധികാരം ആർക്ക് കൊടുത്തിരുന്നു? ആദാമിനും ഹവ്വായ്ക്കും കൊടുത്തിരുന്നു. അത് അവർ വിനിയോഗിച്ചില്ല എന്നുള്ളതാണ്. പാമ്പ് ക്രമം തെറ്റു വന്നതായ വേളയിൽ പാമ്പ് അല്ലെങ്കിൽ സാത്താൻ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനത്തിന്റെ അല്ല, ദൈവം കൽപ്പിച്ചിട്ടുള്ളതായ വചനത്തെ കോട്ടിമാട്ടിയപ്പോൾ അത് അറിയാനുള്ളതായ വകതിരിവ് അവർക്കുണ്ടായിരുന്നു, ബുദ്ധിയുണ്ടായിരുന്നു. എന്നാൽ അവർ ഗവനിച്ചില്ല. നമ്മളും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സീരിയസ് ആയിട്ട് വ്യാഖ്യാനിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരിയസ് ആയിട്ട് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ സീരിയസ് ആയിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. Then God, അല്ലെങ്കിൽ Elohim, said, let us make man in our image according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over all the earth, and over every creeping things that creeps on the earth. അപ്പം ഡൊമിനിയൻ അല്ലെങ്കിൽ ഡൊമൈൻ ഉപയോഗിക്കേണ്ട വ്യക്തികളായിരുന്നു അവർ. ഡൊമൈൻ നടത്തേണ്ടത് രാജാവായ ദൈവം കൊടുത്തിരുന്ന കൽപ്പന അനുസരിച്ച് അവനും അതുപോലെ വാഴേണ്ടതായിരുന്നു. സാധാരണ ആൾക്കാർ ഈ ആദാമിനെയും ഹവ്വായെയും അവർ കേവലം കൃഷിക്കാരായിരുന്നു. അവർ തോട്ടത്തിലെ അവർ കൃഷിക്കാരൊന്നും അല്ലായിരുന്നു. കൃഷി ചെയ്യാനോട് ഏൽപ്പിച്ചതായ സംഗതിയാണ്. അവർ വാഴ്ച നടത്തുവാൻ തക്കോണം, ദൈവം സൃഷ്ടിച്ചതായ ഭൂമിയിൽ വാഴ്ച നടത്തുവാൻ തക്കോണം ദൈവം ആക്കി വെച്ചതായ 2 പേരാണ്. ഓക്കെ, മനുഷ്യ സൃഷ്ടിയുടെ മഹാത്മ്യം വ്യാഖ്യാനിക്കുന്ന രീതി. ഓക്കെ, ഇവിടെ വായിച്ചത് വീണ്ടും ഞാൻ വായിക്കാം. അവര് ദൈവം ബഹുത്വത്തിൽ ഏകനായിരിക്കുന്നു. അത് ദൈവത്തിന്റെ സവിശേഷതയാണ്. ഇലോഹിം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തൃത്വത്തെ കാണിക്കുന്നതാണ്. ബഹുത്വത്തിൽ ഏകനായിരിക്കുന്നു. അതുപോലെ ദൈവസൃഷ്ടിയായ മനുഷ്യനും ആദം ഹവ്വായും അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ബഹുത്വത്തിൽ ഏകമായും ഐക്യമായും പെരുമാറണം എന്നതാണ് ദൈവത്തിന്റെ താല്പര്യം. അത് അതിൽ പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു തത്വമാണ്. ആദമും ഹവ്വയും ദൈവം അവരെ ഒരുമിച്ച് ഏക ദേഹി എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആത്മീകമായി, മാനസികമായി, ശാരീരികമായി എല്ലാ നിലയിലും. അവിടെ വെച്ച് എൻ്റെയും നിന്റെയും എന്നുള്ളതായ പദപ്രയോഗമില്ല. നമ്മുടെ, അത് മക്കളെ വളർത്തുന്ന സന്ദർഭത്തിലാണെങ്കിലും എൻ്റെ അഭിപ്രായമാണ്
ഇത് ഞങ്ങളുടെ അഭിപ്രായമാണ് എന്ന് പറയത്തക്ക നിലയിലുണ്ട്, ഇല്ലെങ്കിൽ മക്കളും അത് മനസ്സിലാക്കിക്കോളും. അപ്പം ഗോഡ്സ് പ്ലാൻ ഫോർ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വാസ് ഡിസൈൻഡ് ഇൻ ദി ഗാർഡൻ ഓഫ് ഈഡൻ ടു എക്സിസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് ജെൻഡർ ഈസ് വാല്യൂഡ്. ഒരാള് മറ്റേയാളെ കാട്ടി വില കുറഞ്ഞതാണെന്നോ താഴ്ത്തുവാനുള്ളതാണെന്നോ അർത്ഥമാകുന്നില്ല. ആൻഡ് യൂസ് ടു ഫോം എ വൺനെസ് ഇൻ ദെയർ ഐഡന്റിറ്റി ആൻഡ് പർപ്പസ്. ഈ കുടുംബജീവിതത്തിന്റെ താഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളതായ ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൽ ഉള്ളതായ ഏകത്വം ഏതൻ തോട്ടത്തിലുള്ളതുപോലെ അവരുടെ കുടുംബജീവിതത്തിൽ നയിക്കുന്നില്ല എന്നുള്ളതാണ്. ഉൽപ്പത്തി 1:26 ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇരുവരുടെയും വ്യക്തി സവിശേഷത, അതായത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പർപ്പസ്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. അതാണ് അതിന്റെ വേറൊരു തത്വം എന്ന് പറഞ്ഞാൽ. സഭാപ്രസംഗി നമുക്ക് എല്ലാവർക്കും ഉദ്ധരിക്കുന്ന ഒരു പദപ്രയോഗമാണ് മുപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ഇതാണ് കുടുംബജീവിതത്തിലെ തൃത്വം. അപ്പം കുടുംബജീവിതത്തിലും ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യന്റെ ആ കുടുംബജീവിതത്തിലും ഒരു തൃത്വമുണ്ട്. ദൈവം, ഭർത്താവ്, ഭാര്യ, ഈ ഒരു ബന്ധത്തിൽ മാത്രമേ ആ കുടുംബജീവിതം ധന്യമാകുകയുള്ളൂ. This is the same type of oneness which exists in the Holy Trinity, which resembles the relationship of God the Father, God the Son, and God the Holy Spirit. ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ളതായ ഭാഗങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് വിവിധ ഭാഗങ്ങളിൽ ഈ ഉൽപ്പത്തി പുസ്തകവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള ഭാഗമാണ് ഉദ്ധരിക്കുന്നത്. ഇതുമായിട്ടുള്ള ബന്ധത്തിലാണ് ഉൽപ്പത്തി പുസ്തകവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവും കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ വെച്ചിരിക്കുന്നതായ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ വേദപുസ്തകത്തിന്റെ ബാക്കിയുള്ളതായ ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവിക തൃത്വത്തിൽ കാണുന്ന വൈവിധ്യങ്ങളിലുള്ളതായ ഏകത അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഭാര്യ ഭർത്തൃബന്ധത്തിലും നിലനിർത്തണം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലും നിലനിർത്തണം. ഓക്കെ, മനുഷ്യ സൃഷ്ടിയുടെ ദൈവത്തിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകം 2:23-25 വാക്യങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു, ഇവളെ നാരിയിൽ നിന്ന്, എബ്രായ ഭാഷയിലുള്ള വാക്ക് ഈഷ്, നരലിൽ നിന്ന് ഈഷ് എടുത്തിരിക്കാൻ അവൾക്ക് നാരി അല്ലെങ്കിൽ ഐഷ, അതാണ് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ സ്ത്രീകൾക്ക് ഐഷ എന്ന് പേരുണ്ട്. അത് ഇതിൽ നിന്ന് വന്നതാണ്. ഐഷ എന്ന് പേരാകും. മലയാളത്തിൽ വന്നായ വേളയിൽ നരനും നാരിയും എന്ന് പേര്, നാറിയല്ല നാരി എന്നുള്ള പേര് ആകും. അപ്പൊ അത് വായിക്കുന്നത് ഈ ദൈവം മലയാളത്തിലല്ല സംസാരിച്ചത്. ദൈവം, എനിക്ക് തോന്നുന്നു അവിടെ ഏത് ഭാഷയിലാണ് ഞാൻ വിശ്വസിക്കുന്നു എബ്രായ ഭാഷ ആയിരിക്കും അവരോട് സംസാരിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. കാരണം അത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഭാഷയാണ്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും, എൻ്റെ ചോദ്യം 24-ാമത്തെ വാക്യം വായിക്കുന്ന സന്ദർഭത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഇത് വായിക്കുന്ന സന്ദർഭത്തിൽ ഈ അപ്പനും അമ്മയും എവിടെ നിന്ന് വന്നു? ആദാമിന്റെ അപ്പനെ കുറിച്ചോ ആദാമിന്റെ അമ്മയെ കുറിച്ചോ ആദാമിന്റെ അമ്മായിയപ്പനെ കുറിച്ചോ അമ്മായി അമ്മയെ കുറിച്ചോ അളിയന്മാരെ കുറിച്ചോ ഇതൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അവർക്കില്ലായിരുന്നു. അപ്പൊ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അത് മോശ അവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഒരു പൊതു തത്വമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നീട് നടക്കുന്നതായ വിവാഹ ബന്ധത്തിലെല്ലാം ഈ ഒരു പൊതു തത്വം പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. വിവാഹബന്ധം കഴിഞ്ഞതിന് ശേഷം പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നായി തീരണം. അങ്ങനെയാണ് വർത്തിക്കേണ്ടത്. അനേക കുടുംബങ്ങളുണ്ട്. എനിക്കറിയാവുന്ന പല കുടുംബങ്ങളുണ്ട്, അല്ലാത്ത കേട്ടിട്ടുള്ള കുടുംബങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അപ്പനും അമ്മയും മോനെയും മോളെയും നിയന്ത്രിച്ച് അനേക കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. കുടുംബങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലെത്തിയാൽ പോലും മാതാപിതാക്കന്മാരുടെ അവരുടേതായിട്ടുള്ള വാശികളെല്ലാം പിടിക്കത്തക്ക നിലയിൽ അവരെ മക്കളെ സ്വാധീനപ്പെടുന്ന അതിനുവേണ്ടി അനുവദിക്കുന്നത് പാപമാണ് ദൈവത്തിന്റെ വചന പ്രകാരം.
ദൈവത്തിന്റെ വചനത്തോടുള്ളതായ ലംഘനം മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സിദ്ധാന്തം 23-ാമത്തെ വാക്യത്തിലുള്ളതായ ആ ഒരു മാറ്റമില്ലാത്ത കൽപ്പന ഉള്ളത് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുതിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അത് ശാരീരിക ബന്ധത്തിന്റെ മാത്രമല്ല, എല്ലാ നിലയിലും ഇതൊരു പൊതുതത്വമായി മോശ പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പോകുന്നതാണ് ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. ഓക്കെ, ഈ ഭാഗം ഈ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം ഈ ഭാഗം നമ്മൾ എടുക്കുന്നുണ്ട്. 10:5, മർക്കോസ് 10:8, എഫേസ്യർ 5:31. ജീവിതാന്ത്യം വരെ ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്നതായിരുന്നു ഉൽപ്പത്തിയിൽ കാണുന്ന ദൈവത്തിന്റെ പ്ലാൻ, ആബ്സലൂട്ട് പ്ലാൻ. മത്തായി 19:7-8 വായിച്ചാട്ടെ. അവൻ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഈ ആദിയിൽ നിന്നുള്ളതായ പദപ്രയോഗത്തിന് ഉൽപ്പത്തി എന്ന് അർത്ഥം എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. ആദിയിൽ എന്നുള്ള അതേ പദപ്രയോഗം തന്നെയാണ് ഉൽപ്പത്തി എന്ന പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം യേശു ഉദ്ധരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന സംഗതി മോശ കൽപ്പിച്ചതെന്നല്ല, മോശ അനുവദിച്ചത്. ഏത് കാരണം? ഡിവോഴ്സ് നടത്തുവാൻ വേണ്ടി മോശ അനുമതി കൊടുത്തത് അവരുടെ മനുഷ്യന്റെ ഹൃദയകാഠിന്യം കൊണ്ട് അനുവദിച്ചതാണ്. അത് ദൈവത്തിന്റെ പൂർണ്ണഹിതമല്ല. ഇതൊക്കെ സഭകളിലും മറ്റും ശരിയായ നിലയിൽ പഠിപ്പിച്ചായിരുന്നുവെങ്കിൽ ഈ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗമൊന്നും എല്ലാവരും ഒന്നും കേൾക്കത്തൊന്നുമില്ല. വാസ്തവത്തില് വിവാഹ ശുശ്രൂഷ നടത്തുന്നതിന് മുമ്പേ 2-3 സെഷനെങ്കിലും ഒരു വചനപ്രകാരമുള്ള ഒരു മാരേജ് കൗൺസിലിംഗ് കൊടുത്ത് ഇതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ വിവാഹം കഴിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നുവെങ്കിൽ അനേക കുടുംബങ്ങളും തകർച്ചയിലേക്ക് പോവുകയില്ലായിരുന്നു. നിർഭാഗ്യവശാൽ അതിനുള്ളതായ സമയവും ഇല്ല, സാവകാശമില്ല. അത് ഞാൻ ഇത് വിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സൃഷ്ടിയിലുള്ളതായ പിശാചിന്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കിയോണം. ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമം, ആ ക്രമം വിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ദൗത്യം. അത് ഗ്രഹിക്കുവാനുള്ളതായ കഴിവ് ആദാമിനും ഹവ്വായിക്കും ഉണ്ടായിരുന്നു, എന്നാൽ അവർ അത് ഉപയോഗിച്ചില്ല. സൃഷ്ടിയിലുള്ളതായ ദൈവത്തിന്റെ ക്രമം, ആദ്യം ആദാം, പിന്നീട് ഹവ്വ, അത് തെറ്റിക്കാനാണ് ആദാമിനെ സമീപിക്കുന്നതിന് പകരം ഹവ്വായെ സമീപിച്ച് സാത്താൻ അവളെ വഞ്ചിച്ച് പാപം ചെയ്തത്. ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട്, ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് 1 തിമോഥെയോസ് 2:12-15 വരെയുള്ള വാക്യങ്ങൾ, ആദ്യം ഇവിടെയും ആദ്യം എന്നുള്ളതായ പദത്തില് ഉൽപ്പത്തിയിൽ സൃഷ്ടിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ എത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. ലംഘനം എന്നുള്ള പദപ്രയോഗത്തിന്റെ അഥവാ ട്രാൻസ്ഗ്രഷൻ, അതായത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ട്, ആ അതിര് കടക്കുന്നതിനാണ് ലംഘനം എന്ന് പറയുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യ കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഏത് പുസ്തകത്തിലാണ് പറഞ്ഞേക്കുന്നത്? സങ്കീർത്തനത്തില് 32-ാം സംഘത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. അപ്പോൾ ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. ആദാം അല്ലെങ്കിൽ ഹവ്വായും ചേർന്ന് പാപം ചെയ്ത് സ്വയേച്ഛയാൽ അഥവാ ഫ്രീ വിൽ ചോയ്സ് മാത്രമായിരുന്നു. അപ്പം ചോദിച്ചേക്കാം, അങ്ങനെ ദൈവം എന്തിനാ അങ്ങനെ ഫ്രീ വിൽ കൊടുത്തോണ്ടല്ലയോ പാപം വന്നത്? അതുകൊണ്ടല്ലയോ ഞങ്ങൾക്കെല്ലാം ഈ പ്രയാസം ഉണ്ടായത്? ഇതില്ലായിരുന്നെങ്കിൽ, ദൈവം നമ്മളെ ഒരു റോബോട്ടായിട്ട് സൃഷ്ടിച്ചായിരുന്നെങ്കിൽ എന്താ പ്രയോജനം ഉണ്ടായിരുന്നേ? റോബോട്ടിനെടുക്കല് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ AI വെച്ച് ഇപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത്, അതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. നമ്മുടെ സ്വന്തം ഹിതപ്രകാരം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 തിമോഥെയോസില് പൗലോസ് ഈ ഭാഗം ഉദ്ധരിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന ഭാഗം നോക്കാം. എന്നാൽ മൗനമായിരിക്കുവാനല്ലാതെ ഉപദേശിക്കുവാനോ
വായിച്ചാട്ടെ. 12-ാമത്തെ വാക്യം. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിക്കുവാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഈ ഭാഗം വായിക്കുന്ന വേളയിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഈ പൗലോസ് എന്തിനാ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്? പൗലോസ് എഴുതുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പൗലോസ് എഴുതുകയാണ്. അതിന്റെ 15-ാമത്തെ വാക്യത്തില് നെവർദലെസ്, അതാണ് എന്നാൽ എഴുതിയിരിക്കുന്നത്. അവിടെ മലയാളത്തിൽ വിട്ടുകളഞ്ഞ ഒരു പദപ്രയോഗമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദപ്രയോഗമാണ്. അത് അതിൻ്റെ മുകളിൽ എഴുതി ചേർത്താൽ നല്ലത് തന്നെ. അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടതുവശത്തെങ്കിലും അവർ എന്നുള്ളതായ പദപ്രയോഗം അവിടെ വിട്ടുകളഞ്ഞു. അവർ, അത് nevertheless she will be saved in childbearing if they എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യത്തെ കുറിച്ചാണ്. കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത്, ലവ് ആൻഡ് ഹോളിനെസ് ആൻഡ് വിത്ത് സെൽഫ് കൺട്രോൾ. കുടുംബജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഫെയ്ത്ത്, ലവ്, ഹോളിനെസ്, സെൽഫ് കൺട്രോൾ. അത് പാലിച്ച്, അതാണ് പൗലോസ് എഴുതുന്നത്. എന്നാൽ അവർ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇപ്പോഴത്തെ ഈ വിയർഡായിട്ടുള്ള ഐഡിയോളജിക്കാർ, പല ആൾക്കാരും വേദപുസ്തകം അയക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വിയർഡായിട്ടുള്ള ആളുകൾ, ഇപ്പം ചില പൊട്ടന്മാർ പറയുന്ന പുരുഷന്മാർക്ക് സ്ത്രീകളെ പ്രസവിക്കാനൊക്കെ എന്നാണ് പറയുന്നത്. അത് തിരുത്താൻ വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവൾ, അതായത് വിവാഹിതയായ ഭാര്യ, ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ, അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അത് രക്ഷിക്കപ്പെടും എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രക്ഷ പ്രാപിക്കും. ഈ സോസോ എന്നുള്ളതായ ഗ്രീക്കിലുള്ളതായ പദപ്രയോഗത്തിന് അവർ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബജീവിതത്തിലുള്ളതായ ഒരു രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ യേശു ക്രിസ്തു കൂടെയുള്ളതായ രക്ഷയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രം ഉളവാകുന്ന രക്ഷ മറ്റ് യാതൊരു ഉപാധിയിലും പ്രാപിക്കുവാൻ സാധ്യമേ അല്ല. അത് കുരിശു വരച്ചുകൊണ്ട് സാധിക്കാനൊക്കത്തില്ല, അത് പ്രസവിച്ചുകൊണ്ട് സാധിക്കാനൊക്കത്തില്ല, അത് പള്ളിയിൽ പോയതുകൊണ്ട് സാധിക്കാനൊക്കത്തില്ല, മറ്റ് ഒരു കർമാചാരങ്ങൾ കൊണ്ടും സാധിക്കുന്നതല്ല. അപ്പോൾ ആ 1 തിമോഥെയോസ് 2:15 പറഞ്ഞിരിക്കുന്ന പദപ്രയോഗത്തിന്റെ വ്യാഖ്യാനം, ഹെർമന്യൂട്ടിക്സ് ശരിയായ നിലയിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇവിടെ സംശയം ഉണ്ടാകുന്ന സംഗതി, മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഓക്കെ, അതിന്റെ കാരണം മലയാളത്തിലുള്ള ഭാഷാന്തരത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം അതിന്റെ കാരണം ഫോർ ആഡം വാസ് ഫോർംഡ് ഫസ്റ്റ്. അപ്പോസ്തലനായ പൗലോസ് അവിടെ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. അത് കാരണം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം ഡൈല്യൂട്ടായി പോകും. കാരണം ആദാം ആദ്യം ഉൽപ്പത്തിയിൽ സൃഷ്ടിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടു. ഹവ്വയുടെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ലംഘനത്തിലാകപ്പെട്ടത്. ഓക്കെ, ഈ 1 തിമോഥെയോസ് 2:12 അടിസ്ഥാനത്തിൽ സ്ത്രീകൾ സഭയിൽ പഠിപ്പിക്കുകയേ വേണ്ട എന്ന് വ്യാഖ്യാനിക്കരുത്. അത് നിങ്ങൾക്കാന്ന് ചോദിച്ചേക്കാം. ചില കാരണങ്ങളുണ്ട്. അപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് മൂലഭാഷ അതെടുത്ത് കഴിഞ്ഞ ശേഷം സ്ത്രീകൾ സഭയിൽ എന്തെങ്കിലും പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രബോധനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇടി എന്ന് പറഞ്ഞ് ഇരുത്തുന്ന ചില വിദ്വാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേദപുസ്തകം പൂർണ്ണമായിട്ടുള്ള നിലയിൽ അറിയാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. തീത്തോസ് 2:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പൗത്രയോഗ്യമാവരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്ന്. ഏഷണി പറയാത്തവരെന്നല്ലേ? വായിച്ചാട്ടെ.
വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവ്രതവുമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. ഈ സ്ത്രീകൾക്കുള്ളതായ ചില ശുശ്രൂഷകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, പ്രാധാന്യമില്ല എന്ന് ആരും ചിന്തിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ദൗത്യങ്ങൾ തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പാലിക്കണം. അത് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് കൊടുത്തിരിക്കുന്ന തീത്തോസിന് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. ഇനിയും തിമോഥെയോസിനെ വീട്ടിൽ വചനം പഠിപ്പിച്ചത് അവന്റെ അമ്മയായ യൂനിക്കയും വലിയമ്മയായ ലോവിസുമായിരുന്നു. ഓക്കെ, അമ്മയായ യൂനിക്ക അല്ലെങ്കിൽ യൂനസ്, വലിയമ്മയായ ലോവിസ്, അവര് തിമോഥെയോസിനെ ചെറുപ്രായം മുതലേ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ഈ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന സന്ദർഭം മുതലേ വചനം പഠിപ്പിച്ചെന്നാ പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം അത് അങ്ങനെയാണ്. അവിടെ ശൈശവത്തിൽ, ബാല്യത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ബ്രേഫോസ്, അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന വേളയിൽ തന്നെ ദൈവത്തിന്റെ വചനം വായിച്ചു കൊടുത്തെന്നാ പറഞ്ഞേക്കുന്നത്. അത് അന്ന് മുതലേ അറിയാമായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. 2 തിമോഥെയോസ് 1:5 വായിച്ചു നോക്കാം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് മതി. അപ്പം പൗലോസിന് ഇത്രമാത്രമുള്ള ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മയിലും, ഈ അപ്പനും ഒക്കെ എവിടെ പോയെന്ന് അവിടെ എഴുതിയിട്ടില്ല, എന്നാൽ അമ്മയിലുണ്ടായിരുന്നു. അമ്മമാര് മാത്രമേ ഉള്ളെങ്കിലും അവരുടെ മക്കളെ ആ എളിയ പ്രായത്തിൽ തന്നെ അത് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ നിന്നിലും ഉണ്ടെന്ന് ഞാൻ നിശ്ചയമായിട്ട് ഉറച്ചിരിക്കുന്നു. അതായത് അമ്മയിലുണ്ടെങ്കിൽ, വലിയമ്മയിലുണ്ടെങ്കിൽ, മക്കൾക്ക് അത് പഠിപ്പിച്ചുവെങ്കിൽ അത് മക്കളിലും ഉണ്ടാകും. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യം വായിക്കാം. വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിപ്പും നിശ്ചയവും പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അവിടെ ബാല്യം എന്ന് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് മുമ്പേ പറഞ്ഞത്. അത് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്ന് പറഞ്ഞാൽ ബ്രെഫോസ് എന്നുള്ള പദപ്രയോഗം ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നതായ ആ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. വേറൊരു വ്യക്തി സ്ത്രീകള് ശുശ്രൂഷയിൽ പഠിപ്പിച്ചിരുന്ന സംഗതി നമുക്ക് നോക്കാം. അക്വിലാസും പ്രിസ്കില്ലയും. അക്വിലാസ് എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്, പ്രിസ്കില്ല അല്ലെങ്കിൽ പ്രിസില്ല എന്ന് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ഭാര്യയാണ്. അവർ ഭാര്യാഭർത്താക്കന്മാർ ചേർന്ന് അപ്പല്ലോസിനെ തിരുവചനം വ്യക്തിപരമായി വീട്ടിൽ വരുത്തി പഠിപ്പിച്ചിരുന്നു. അപ്പോൾ സ്ത്രീകൾ പഠിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടത് അത് പ്രമാണമായിരുന്നെങ്കിൽ ഇവർ ചെയ്ത തെറ്റല്ലേ? അല്ല. അത് ആ ഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 18-24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അലക്സാന്ദ്രിയക്കാരനായ തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ളവളായ അപ്പല്ലോസ് എന്നു പേരുള്ള ഒരു യഹൂദൻ എഫെസൂസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ്.
ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വളരെ പ്രയോജനപ്പെട്ടതായ ഒരു വാഗ്മിയായിട്ടൊരു വ്യക്തിയാണ് അലസ്താന്ദ്രിയക്കാരനായ വാഗ്വായ്ഫോ, ഇലക്വന്റ്, തിരുവഴുത്തുകളിൽ നല്ല അറിവും, തിരുവഴുത്ത് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ കാര്യമാണ്, സാമർഥ്യമുള്ളവനായാൽ ഈ അങ്ങനെയുള്ളതായ അപ്പൊല്ലോസ് യഹൂദയിൽ വന്നപ്പോൾ 25-ാമത്തെ വാക്യത്തിൽ അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. എന്നാൽ ഉള്ള അതിന്റെ പരിമിതി എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ്, എങ്കിലും അറിഞ്ഞിരുന്നതായ കാര്യങ്ങളെല്ലാം ആത്മാവിൽ എരിവുള്ളവനാകയാൽ, തീഷ്ണതയുള്ളവനാകയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അക്വിലാസിനും പ്രിസ്കില്ലയും അവർക്ക് വേണമെങ്കിൽ ഇത്രയെങ്കിലും പ്രസംഗിക്കുന്നല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞങ്ങ് പോവുകയല്ല ചെയ്തത്. ഈ നിക്കോദെമോസ് യേശുവിനെ എടുക്കാൻ വന്നായ വേളയിൽ അവൻ പറഞ്ഞായ കാര്യങ്ങൾ, നിക്കോദെമോസ്, നിനക്ക് ഞാൻ ഉദ്ദേശിച്ച കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെക്കുറിച്ചും ഒക്കെ അറിയാം എന്ന് പറഞ്ഞ് അങ്ങ് വെറുതെ വിട്ടതല്ല അവൻ്റെ അടുക്കൽ. അവന് രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. 26-ാമത്തെ വാക്യത്തിൽ അവൻ പള്ളിയിൽ, അതായത് സെനഗോഗിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. ഇത് കേട്ടതായ അവിടെയുള്ളതായ ഒരു കപ്പിൾ, ഭാര്യാഭർത്താക്കന്മാർ, അക്വിലാസ് പ്രിസ്കില്ല ദമ്പതികൾ, അവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ ചേർത്തുകൊണ്ട് വീട്ടിൽ വരാനായിട്ട് പറഞ്ഞു എന്ന് ഞാൻ അനുമാനിക്കാം. ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികമായി അവന് തെളിയിച്ചു കൊടുത്തു. അവിടെ സിനഗോഗിൽ വെച്ച് പഠിപ്പിച്ചെന്നല്ല പറഞ്ഞേക്കുന്നത്, അവരെ വീട്ടിൽ കൊണ്ടുവന്ന്. നമുക്കെല്ലാം ചെയ്യാവുന്നതായ സംഗതിയാണ്. നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്കറിയാമെങ്കിൽ, അവരെ രക്ഷയെക്കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ, സ്നാനത്തെക്കുറിച്ച് അറിയത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ യോഹന്നാന്റെ സ്നാനം ഉദാഹരണമായിട്ട് അവർ ശിശു സ്നാനം പെട്ടതാണ് എങ്കിൽ, നിങ്ങളുടെ കർത്താവ് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞങ്ങ് വിടാതെ, എനിക്ക് ഇതിനെക്കുറിച്ച് അല്പം കൂടെ സ്പഷ്ടമായിട്ട് നിങ്ങളുടെ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കാര്യകാരണ സഹിതം അവരെ തെളിയിച്ചു കൊടുക്കുക. അവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആരെയും അടിച്ചേൽപ്പിച്ച് സ്നാനപ്പെടുത്തിക്കൊണ്ടൊന്നും യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. അവരോട് പറയുക, ഇതാണ് സത്യം, ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ഉപദേശം കൈക്കൊണ്ട് സ്നാനപ്പെടുക എന്ന് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ഇവാഞ്ചലിസത്തിന്റെ ഭാഗത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ ആൾക്കാരെ നിർബന്ധിച്ച് പിടിച്ച് പ്രാർത്ഥിപ്പിക്കുന്നതിന് എനിക്ക് ഒരു താല്പര്യമുള്ള കൂടുതലല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. എനിക്കറിയാം, നാട്ടിലൊരിക്കൽ ഞാൻ പോയതായ സന്ദർഭത്തിൽ അവിടെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ എല്ലാവരും യാക്കോബക്കാരാണ്. അവിടെ ബന്ധത്തിലുള്ള ഒരാളുടെ വീട്ടിലെ ഒരു ആൾ മാത്രം പാസ്റ്ററായിട്ട് രക്ഷിക്കപ്പെട്ട് സൗദി അറേബ്യയിലായിരുന്നു രക്ഷിക്കപ്പെട്ട് പുള്ളിക്കാരൻ മിനിസ്ട്രിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജന് അവിടെ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ചെന്നായ വേളയിൽ ഞാൻ എന്നെ ഒരു പാസ്റ്ററാണെന്നുള്ളത് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം പുള്ളിക്കാരൻ എൻ്റെ ഭയങ്കര തർക്കം പറഞ്ഞു. പാസ്റ്റർ എങ്ങനല്ല, പെന്തക്കോസ്തുകാരെല്ലാം കള്ളന്മാരാ, നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് അതായതാണ്, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതായതാണെന്ന് പറഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വാദിച്ചു. ഞാൻ കുറച്ചു നേരം വേറൊരു പാസ്റ്ററോട് ഇരിപ്പുണ്ടായിരുന്നു, അയാളൊന്നും പറയുന്നില്ല. ഞാൻ കുറച്ചു നേരം മിണ്ടാതെ കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് ശേഷം പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും സ്നാനപ്പെടരുത് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ വെച്ച് കോൺവെർസേഷൻ നിർത്തി. കാരണം ഇയാളുടെ ആർഗ്യൂ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനം എനിക്കറിയാം. അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം എന്നെ ഈ പാസ്റ്റർ എനിക്ക് റൈഡ് തന്ന് ഞങ്ങളുടെ സ്വദേശമായ അടൂരേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ പാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഒരു വലിയ ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എൻ്റെ അനിയന് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, അതെന്താ കാര്യം? പാസ്റ്റർ എന്ന് പറഞ്ഞ കാര്യം ഏറ്റു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞേ? ഞാൻ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞത് സ്നാനപ്പെടരുതെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അയാൾക്ക് അന്നേരം ഒരു വലിയ വാശി ഉണ്ടായി. ഞാൻ സ്നാനപ്പെടരുതെന്ന് പറയാനായിട്ട് ഈ പാസ്റ്റർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് വചനം വായിക്കാനായിട്ട് താല്പര്യപ്പെട്ടു. വേറെ ഈ പാസ്റ്റർ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിൻ്റെ അനിയൻ സ്നാനപ്പെട്ടു. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. അയാൾ പിന്നെ വളരെ ഇഫക്റ്റീവായിട്ടൊരു മിനിസ്റ്ററായിട്ട് ആരക്കുന്ന് പ്രദേശത്ത് അതിനുള്ളതായ സ്ഥലത്ത് വലിയ ഉണർവ് യോഗങ്ങളും മറ്റും വെളിയിൽ പോയി പരസ്യമായിട്ട്
അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കണം പുള്ളിക്കാരനെ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞത്, ഈ ഒരു അപ്പല്ലോസിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ ചേർത്തുകൊണ്ട് ഹെർമന്യൂട്ടിക്സിന്റെ പ്രിൻസിപ്പിൾസ് ശരിയായിട്ട് ഉപയോഗിച്ച് അവരെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പിന്നീട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതായ വേളയിൽ ഈ അക്കുലാസിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അപ്പല്ലോസ് കർത്താവിന്റെ വേലയിൽ വളരെ പ്രയോജനമുള്ളവനായി തീർന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെവർ ഷീൽ ബി സേവ്ഡ് ഇൻ ചൈൽഡ് ബെയറിംഗ്. ഓക്കെ, അവിടെ നേരത്തെ പറഞ്ഞതാണ്. ആ ഭാഗം ഉദ്ധരിച്ചത് ഉൽപ്പത്തി പുസ്തകം 3:16 സ്ത്രീയോട് കൽപ്പിച്ചതോ, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഇനിയും നിങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ഈ ഹവ്വായുടെ ആഗ്രഹം ഭർത്താവിനോടാകുന്നത് എങ്ങനെ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, ഒരു ശാപമായി തീരുന്നത്? എനിക്ക് ഈ ഭാഗം ആദ്യം വായിച്ചതായ സന്ദർഭത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് താല്പര്യമുണ്ടായി. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം, ആഗ്രഹം എന്നുള്ള പദപ്രയോഗം എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഷ്വാക്ക് എന്ന് പറഞ്ഞാൽ ടു റൺ, ടു ഹാവ് എ വയലന്റ് ക്രേവിംഗ് ഫോർ എ തിങ് ആൻഡ് വിത്ത് സബ്ജക്ഷൻ ടു എ മാൻ എന്ന് പറഞ്ഞാൽ, ഇത് ഖീൽ ആൻഡ് ഇലിഷ് എന്ന് പറഞ്ഞ വലിയ വേദപണ്ഡിതന്മാരായുള്ള ആൾ എഴുതിയിട്ടുള്ളതായ പഴയ നിയമത്തില് വലിയ പാണ്ഡിത്യമുള്ള ഒരാൾ എഴുതി, അവിടെ കമന്ററിയോട് വലിയ കമന്ററികളാണ്, സീരീസാണ്. അതിൽ ഞാൻ പോയി അന്വേഷണം നടത്തിയ വേളയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേവലമുള്ളതായ ആഗ്രഹമല്ല, അതിനപ്പുറമായിട്ട് ആ ആളിനെ കൺട്രോൾ ചെയ്യുവാൻ, കീഴടത്തുവാനുള്ളതായ ആഗ്രഹം. അത് ഹെർമന്യൂട്ടിക്സ് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായുള്ള പഠനം നടത്തിയെങ്കിലേ മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുവാനുള്ളതായ താല്പര്യം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഹെർമന്യൂട്ടിക്സ് പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, വേദസ് വ്യാഖ്യാനിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാനിവിടെ വെച്ച് തൽക്കാലമായിട്ട് നിർത്തണം താല്പര്യമുണ്ട്. നമ്മുടെ സമയം ഏകദേശം തീർന്നല്ലോ. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം വായിക്കുന്നത് സൂക്ഷ്മമായിട്ട്, ഈ നോട്ട് ഇവിടെ വീണ്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് ഗ്രഹിക്കുവാൻ സമയമെടുക്കണം. കർത്താവ് നിങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിൽ ലാലു പാസ്റ്ററോ അല്ലെങ്കിൽ എന്നെയോ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ, ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മറുപടി പറയാം, അല്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയും. അതുകൊണ്ട് ചോദിക്കുന്നതിന് മടി കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ മാർച്ച് മാസം നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നതാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഏപ്രിൽ മാസം നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നതാണ്. ഡേറ്റുകളൊക്കെ ഞങ്ങൾ പിന്നീട് പറയും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഷാജി പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഷാജി പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പലരെയും നാട്ടിൽ വന്ന് കാണുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ കുറച്ച് തിരക്കും സമയത്തിന്റെ ചേഞ്ച് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ലാലു പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ അടുത്ത മാസം കൂടി ഉണ്ട്. മാർച്ച് അവസാനത്തോടെ നമ്മുടെ ക്ലാസ്സുകൾ കഴിയും. പിന്നെ ഏപ്രിൽ നമ്മുടെ ഗ്രാജുവേഷന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഏപ്രിൽ 25 പത്തനംതിട്ടയിൽ വെച്ച് 10:30 നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി. അപ്പോൾ ഗ്രാജുവേഷന് റെഡിയാകുന്നവർ ഫില്ല് ചെയ്യുവാൻ ഒരു ഫോം ഈ ആഴ്ച തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അറ്റൻഡൻസ് ഒക്കെ എല്ലാവരും പങ്കെടുത്ത, അല്ലെങ്കിൽ അറ്റൻഡൻസ് നിങ്ങൾ മേക്കപ്പ് ക്ലാസ് ചെയ്തവർക്കൊക്കെ അത് ഗ്രാജുവേറ്റ് ചെയ്യുവാനുള്ള സാവകാശമുണ്ട്. 1 year CTH സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ തരുന്നത്. അക്രഡിറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, വളരെ പ്രയോജനം ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് ഇൻഫർമേഷന് അറിയിക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാം. അപ്പോൾ നിങ്ങൾ കടന്നു വരുന്നവർ അത് പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്യണം. ഈ ആഴ്ച തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ആ ഫോം ഉണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ
യൂസ് ചെയ്യാൻ പ്രയാസമുള്ളോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ ഉപയോഗിച്ച് അത് ഓൺലൈനിൽ ടൈപ്പ് ചെയ്താൽ അത് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റൻഡൻസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പാസ്റ്റർ ലാലുവുമായിട്ടോ നമ്മുടെ അറ്റൻഡൻസ് കീപ്പ് ചെയ്യുന്നവരുമായിട്ടോ ചോദിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾ എലിജിബിൾ ആണ് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ, നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ള ദൈവസന്നിധാനത്തിൽ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കടന്നു വരാം. അപ്പോൾ അങ്ങനെ ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരുപാട് പേരോട് കൂടി തുടങ്ങിയതാ. ബൈബിൾ കോളേജ് സാധാരണ എങ്ങനെയാണ് തുടങ്ങുന്ന പലർക്കും അവസാനിപ്പിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ ആൾക്കാർ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. പിന്നെ നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിൽ വന്ന് പഠിക്കുവാൻ താല്പര്യമുള്ളവര് നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സഭകളിലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളാരെങ്കിലും BTH കോഴ്സ് പഠിച്ച് 3 വർഷം അവിടെ നിന്ന് പഠിച്ച് ഗ്രാജുവേഷൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് അറിയിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ നോർത്ത് ഇന്ത്യ എന്നൊക്കെ ആളിനെ എടുക്കുന്നുണ്ട്. രാജസ്ഥാൻ, ഒറീസ, സൗത്ത് ഇന്ത്യ, പിന്നെ ആന്ധ്രാപ്രദേശ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആർക്കെങ്കിലും കുഞ്ഞുങ്ങളോ നിങ്ങളുടെ ചർച്ചുകളിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്ന് സംസാരിച്ച് അവരുടെ ഇൻഫർമേഷൻ നമുക്ക് അറിയിച്ചാൽ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് സീറ്റ് നമ്മളൊരു 30 പേരെ എടുക്കുന്നുള്ളൂ അവിടെ നിന്ന് പഠിക്കുവാൻ. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ്. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ട്, അത് അറിയിക്കുക. അത് കഴിഞ്ഞിട്ട് പള്ളിയിലുള്ള പിള്ളേരെ നമ്മൾ എടുക്കത്തുള്ളൂ. ഇവിടെ 3 രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട്. CTH 1 വർഷം പഠിക്കുന്ന ക്ലാസ്സുകളുണ്ട്. 2 വർഷം ഡിപ്ലോമ, 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. 3 വർഷത്തെ BTH കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അറിയിക്കണം. അതനുസരിച്ച് നമുക്ക് വെളിയിൽ നിന്നുള്ള കുട്ടികളെ എടുക്കാൻ താല്പര്യപ്പെടും. ഇത്ര ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയോ അറിയിക്കുകയോ ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഞങ്ങൾക്ക് ഒന്നിച്ച് വീണ്ടും കടന്നു വന്ന കർത്താവിന് പകരം പഠിപ്പാൻ തന്ന നല്ല സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളെ അവിടെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിന് വേണ്ടി ഫലമുള്ളവരായി തീരുവാൻ, കർത്താവ് ഫലം കായ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ലാലുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെയും തന്റെ സഹപ്രവർത്തകരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ കോളേജ് എത്രത്തോളം ഭംഗിയായി നടത്തുവാൻ കർത്താവ് തന്ന സാഹചര്യത്തിനായി, അവസരത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് കടന്നു വന്ന് പഠിച്ച എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗ്രാജുവേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആ എല്ലാ വിഷയങ്ങളിലും പ്ലാനിങ്ങിലും പ്രിപ്പറേഷനും എല്ലാം കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ നിങ്ങളെ സഹായിക്കണം. എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കണം. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണം. കർത്താവെ, കൃപയെ സൂക്ഷിക്കണം. മാനമാത്വം എടുക്കണം. പ്രാർത്ഥനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തി പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോട് കൂടെയും ഈ ബൈബിൾ കോളേജിനോട് എന്ന് പറഞ്ഞ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും കാണാം. താങ്ക് യു.